ഹലോ, കഴിഞ്ഞ ഗെറ്റ് പറഞ്ഞിരുന്നല്ലേ ബർത്ത്ഡേൻ്റെ ഷോർട്ട് ഇടാന്ന്. അങ്ങനെ ഇതാ ബർത്ത്ഡേൻ്റെ ഷോർട്ടാണ് കേട്ടോ ഇത്. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് രാവിലെ എണീച്ചിരുന്നു കേട്ടോ. ഒരു 6:30 ആ ഒരു സമയമൊക്കെ എണീച്ച് പിന്നെയും കിടന്ന് 7:30 എണീച്ചു കേട്ടോ. ഇതെന്താണെന്നറിയോ, ഇത് ഞാൻ 2-3 മാസം മുൻപ് ഇങ്ങനെ എഴുതിയിട്ട് അലമാരയിൽ വെച്ചാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഇത് തുറന്ന് നോക്കണേ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചാൾ കരുതും ഇതെന്ത് ഇവക്ക് പ്രാന്താണോ, മറ്റേതാണോ മറിച്ചേതാണോ, ഇത് ഇവളഞ്ഞ് എഴുതിയിട്ട് ഇവളെന്നെ വായിക്കുന്നത് എന്ത് പണ്ടാരത്തിനെന്നല്ലേ. പക്ഷേ ഒരു സന്തോഷമല്ലേ നമ്മളിങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു ഇതിനെ ആര് ധിക്കരിക്കാൻ വന്നാലും ഞാൻ ചെയ്തത് ഞാൻ വായിച്ചു നോക്കുന്നത് അത്ര തന്നെ. അതുകൊണ്ട് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാനൊരു വിൻറ്റേജ് ലുക്കിലുള്ളതാണ് നോക്കിയത്. അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് തന്നെയായിരുന്നു എഴുതിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കുറേ മാസം മുന്നേ ആക്കിയതാണ്. അതൊരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ ഈ കാണുന്ന ഈ ഒരു കാർഡും വേറൊന്നും കൂടി ഉണ്ട്, അത് 3 മാസം മുന്നേ ആക്കിയതാണ്. അപ്പോൾ ഇത് കഷ്ടപ്പെട്ട് മുറിച്ചു കേട്ടോ ആ കാർഡിൻ്റെ. അതിനകത്ത് ഉണ്ടായത് ഒരു അയ്യപ്പൻ്റെ ഒരു ലോക്കറ്റാണ്. ഇതൊക്കെ കുറേ ദിവസം ഇങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് എടുത്ത് വെച്ച ലോക്കറ്റാണ്. പിന്നെ അതിനകത്ത് ഉണ്ടായത് ഒരു 5 രൂപയുടെ ഇതാണ്. എന്തെങ്കിലും മുട്ടായി വാങ്ങട്ടെ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചായിരിക്കാം. ഞാൻ തന്നെയാണ് വെച്ചത്, പക്ഷെ എന്തിനാണെന്ന് എനിക്കറിയില്ല ഫ്രണ്ട്സ്. അങ്ങനെ വേറൊന്നുണ്ട്, ഒരു എഴുത്താണ് കേട്ടോ ഇതിൽ. ഡോണ്ട് അപ്സെറ്റ് ദിസ് ഡേ, ഡോണ്ട് ക്രൈ ദിസ് ഡേ. എന്തായാലും ഞാൻ അതുപോലെ സബ്സെറ്റ് ആവും, ക്രൈ ചെയ്യും. അങ്ങനെ അതുകൊണ്ടായിട്ട് ഞാൻ എഴുതിയതാണ്. എന്നിട്ട് വലിയ കാര്യത്തിൽ വായിച്ചിട്ട് ഡണ്ണൊക്കെ ആക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനേ വൈകുന്നേരം ഞാൻ കരഞ്ഞു, അപ്സെറ്റായി. പക്ഷേ അങ്ങനെ എന്തിനാവുന്ന കാര്യമില്ലാണ്ട് കരയുന്ന ഒരു സ്വഭാവമാണ് ആ ദിവസം മാത്രം എനിക്ക്. അങ്ങനെ ദിബാറ ഒരു റോൾ പേപ്പറിലാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പം അതിനകത്ത് എഴുതിയത് പിറന്നാൾ ആശംസകൾ അത് പിറന്നാൾ ആശംസകൾ എന്നൊക്കെ ആയിരുന്നു. മേക്ക് യുവർ ബർത്ത്ഡേ വെരി ഹാപ്പി എന്നൊക്കെ എഴുതിയിട്ടുള്ളതായിരുന്നു. പിന്നെ ഞാൻ പോയത് ഹെയർ പിന്ന് തപ്പാനായിരുന്നു കേട്ടോ. എല്ലാത്തിനെയും കാട്ടി പിന്നെ ഹെയർ പിന്ന് വേണം. ഇതേ അങ്ങനെ ട്രഷർ ഹണ്ട് പോലെ ആടിയിടൊക്കെ പോയിട്ട് ഹെയർ പിന്നൊക്കെ കണ്ടുപിടിച്ച് മേക്കപ്പൊക്കെ മുടി ലാസ്റ്റ് ഒന്ന് വാരി സെറ്റാക്കി കേട്ടോ. അമ്മയാണ് ഹെയർ സ്റ്റൈൽ ഇതാക്കി തരുന്നത്. അപ്പോൾ ചിക്ക് ഉണ്ടാകുമ്പോൾ നല്ലോണം കലമ്പോണ്ട് തന്നെ ഇതാക്കി. പിന്നെ ഇതേ രാവിലെ ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. രാവിലത്തേക്കൊന്നും സ്പെഷ്യലായിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ രാത്രിത്തേക്കാണ്. പിന്നെ ഇതേ സ്കൂളിലൊക്കെ പോയിട്ടോ നല്ല എക്സൈറ്റ്മെൻറ്റോടെ പോകണം. പിന്നെ ബാക്കി വന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അധികം. ഇതേ കുറച്ച് പിക്കാണ്. പിന്നെ ഷിജാപ്പി വരുമ്പോൾ കൊണ്ടു തന്നെയാണ് ഇത്. നല്ല ഡ്രസ്സ് എനിക്ക് ഗിഫ്റ്റ് തന്നെ, താങ്ക് യു, ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ലഡു തന്നിരുന്നു. അതെ, പിന്നെയുള്ളത് ഇങ്ങനത്തെ കുറേ ഫോട്ടോ ഫ്രെയിമാണ് അമ്മേൻ്റെത് എൻ്റെയൊക്കെ ആയിട്ടുള്ളത്. അച്ഛൻ്റെയും ഉണ്ട് ഏട്ടൻ്റെയും ഉണ്ട് ചെറുങ്ങനെ. പിന്നെ അമ്മ പറയുന്ന പോലെ തന്നെ രാത്രി ബിരിയാണി ആക്കി തന്നിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റിൽ ഇതായിരുന്നു കേട്ടോ ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കുറച്ച് ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് ഓടുവാണ്. അത് ഏതിലാണ്